ഇന്ന് നമ്മളൊരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ബാക്ക് പോർഷൻ്റെ മെറ്റീരിയൽ ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത് 15 ഇഞ്ചസ് ആണ്. അതിനോടൊപ്പം 1 ഇഞ്ച് മാർജിനോട് ചേർത്ത് 16 ഇഞ്ച് ഞാൻ സെൻറ്റർ പോർഷനിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറു സൈഡിലും 16 ഇഞ്ചസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സ്കെയിൽ കൊണ്ട് ഈ രണ്ട് പോയിന്റുകളും ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷോൾഡറാണ് നോക്കേണ്ടത്. ഷോൾഡർ എനിക്ക് ആവശ്യമുള്ളത് 15 ഇഞ്ചസ്, അതായത് 7.5 ഇഞ്ചസ് ആണ് എനിക്ക് 15 ആവശ്യമുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ ഇതിപ്പോൾ റൗണ്ട് നെക്കാണ് ചെയ്യുന്നത്. അത് കാരണം അത്യാവശ്യം നമ്മളൊരു 3 ഇഞ്ചസോളം 15 ഇഞ്ചിന് 3 കുറച്ചിട്ട് നമ്മൾ 12 ഇഞ്ചാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ 6 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 6 പ്ലസ് ഹാഫ് ഇഞ്ച് ഞാൻ മാർജിനും കൂടി ചേർത്ത് 6.5 ആണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ താഴേക്കും ഹോളിലും ഞാൻ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു 6.5 ഇഞ്ചിൽ ഇവിടെ ഒരു മാർക്ക് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മൾ ചെസ്റ്റ് മെഷർ ചെയ്യാൻ പോകുന്നത്. ചെസ്റ്റ് എനിക്ക് വേണ്ടത് 10.5 ഇഞ്ചസ് ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു 10.5 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. പ്ലസ് ബാക്കിയുള്ളത് ഞാനൊരു ഓൾമോസ്റ്റ് 2 ഇഞ്ചസ് ഉണ്ട്. അത് ഫുള്ളായിട്ട് ഞാൻ മാർക്കിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് വരച്ചിടാം. ഞാനിവിടെ ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കുന്നുണ്ട്. പിന്നെ നോർമലി നമ്മളിങ്ങനെ ബോക്സ് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ 1 ഇഞ്ചാണ് മുകളിലേക്ക് വരയ്ക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡ് എടുക്കുമ്പോൾ നമ്മൾ 1.5 ഇഞ്ച് മുകളിലേക്ക് വരയ്ക്കും. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ആ ഒരു കർവ് വേണ്ടത്. അപ്പോൾ ഈ ഒരു കർവിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് ജോയിൻ്റ് ആക്കിയിട്ട് ഇതിലേക്ക് വിടുന്നുണ്ട്. അതുപോലെ മുകളിലേക്ക് ഇങ്ങനെ ജോയിൻ്റ് ആക്കിയിട്ട് ഈ ഒരു ലൈനിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. എനിക്ക് വേണ്ടത് 38 ഇഞ്ചസ് ആണ്. 38 ഡിവൈഡഡ് ബൈ 4 9.5 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പ്ലസ് ഒരു ഹാഫ് ഇഞ്ച് നമ്മൾ ടക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഇടണം. പിന്നെ ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ചസ് എക്സ്ട്രാ മാർജിനും കൂടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാർജിൻ ഒന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് നെക്കാണ്. നെക്കിൻ്റെ ലെങ്ത്ത് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് 8 ഇഞ്ചാണ്. ആ ഒരു 8 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് നോക്കാം. ഇപ്പം മെലിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ 2.5 ഇഞ്ച് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ 3 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴ്ഭാഗത്ത് എത്തുമ്പോൾ 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ റൗണ്ട് ഷേപ്പ് നന്നായിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ ഷോൾഡറിൽ നിന്ന് ബ്ലൗസ് താഴേക്ക് ഇറങ്ങി വരത്തുമില്ല. ഇനി ഈ 2 ലൈനും ഒന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ആം ഹോളിന് വരച്ചതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ചെസ്റ്റിന് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തു നിന്നും ഷോൾഡർ വരേക്കും ആം ഹോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ടുള്ള ലൈനിങ് ഞാൻ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് ഞാനൊരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് ബാക്കി മെഷർമെൻറ്റ് എടുക്കുന്നത്. ഇത് ഹൂക്ക് വയ്ക്കും വേണ്ടിയിട്ട് ലീവ് ചെയ്യുന്നതാണ്. ഈ ബ്ലൗസിന് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരേ ലെങ്താണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ബാക്കിൻ്റെ മെറ്റീരിയൽ ഇതിൻ്റെ മുകളിൽ വെച്ച് ട്രേസ് ചെയ്താണ് എടുക്കുന്നത്. ഇങ്ങനെ ട്രേസ് ചെയ്ത് എടുക്കുവാണെങ്കിൽ നമ്മൾ താഴ്ഭാഗത്ത് ഒരു 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടതിന് ശേഷമാണ് ബാക്കി ട്രേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ താഴെ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ ലെങ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതേ അളവിൽ ട്രേസ് ചെയ്ത് എടുക്കുന്നുണ്ട്. ട്രേസ് ചെയ്തപ്പോൾ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു ഹാഫ് ഇഞ്ച് പുറത്തേക്ക് ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ മാർക്കിൽ നിന്ന് താഴേക്ക് ബാക്ക് സൈഡിൽ ചെയ്തതുപോലെ തന്നെ ആം ഹോളിന് വേണ്ടിയിട്ട് ഒരു സ്ക്വയർ വരയ്ക്കുന്നുണ്ട്. ബാക്കിലെ ആം ഹോളിന് നമ്മൾ 1.5 ഇഞ്ച് ഡിസ്റ്റൻസ് ആണ് ഇവിടെ കൊടുത്തതെങ്കിൽ ഇവിടെ നമ്മൾ 1 ഇഞ്ചേ കൊടുക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ഡെപ്ത് ഇവിടെ കിട്ടും. അതുപോലെ ബാക്ക് നെക്കിനേക്കാളും ഒരു ഹാഫ് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ വിഡ്ത്ത് ഫ്രണ്ട് നെക്കിന് കൊടുക്കാറുണ്ട്. അത് ഷോൾഡറിൽ നിന്ന് 1.5 ഇഞ്ച് താഴെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ടക്കിൻ്റെ ലെങ്ത് ആണ്. ഷോൾഡറിൽ നിന്ന് ഒരു 11.5 ആണ് എനിക്ക് ടക്ക് ലെങ്ത് വേണ്ടത്. അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഹുക്കിന് വിട്ട ആ ഒരു പോയിന്റിൽ നിന്ന് 3.5 ഇഞ്ച് പ്ലസ് ഒരു ഹാഫ് ഇഞ്ച് നമ്മൾ സ്റ്റിച്ചിങ്ങിനൂടെ വിടുന്നുണ്ട്. അതും കൂടി ചേർത്ത് ഒരു 4 ഇഞ്ചിൽ ഞാൻ ഒരു ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ വേസ്റ്റ് ബാൻഡിൻ്റെ ഭാഗത്തും 4 ഇഞ്ച് ഞാനിങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 2 ലൈനും തമ്മിലൊന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കാം. ഈ ടക്ക് ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഷോൾഡറിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് സ്റ്റിച്ചിങ് മാർജിൻ വിട്ടതിന് ശേഷമാണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആം ഹോളിന് വേണ്ടി വരച്ചിരിക്കുന്ന ഈ ഒരു ബോക്സിൻ്റെ കോർണർ പോർഷനിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക.
ഇനി ഈ ഒരു പോയിൻറ്റും ടക്ക് ലെങ്തും തമ്മിലൊന്ന് ജോയിൻ്റ് ആക്കി വരച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഒന്ന് വളച്ചിട്ട് ഒരു കർവ് ഷേപ്പിലാണ് മാർക്ക് ചെയ്തെടുക്കാറ്. ഇനി വേസ്റ്റിൻ്റെ ഭാഗത്ത് ടക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഇടുന്ന ആൾക്കാരുടെ സൈസ് അനുസരിച്ചിട്ടാണ് നമ്മളിത് ഡിസൈഡ് ചെയ്യുന്നത്. മെലിഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു 1-1.5 ഇഞ്ച് അത്ര തന്നെ മതിയാവും. പിന്നെ ചെസ്റ്റ് സൈസ് കൂടുതലുള്ളവർക്ക് 2 ഇഞ്ച് വരെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ആം ഹോൾ ഭാഗത്ത് നിന്ന് ടക്ക് ലെങ്തിലേക്ക് നമ്മളൊരു ചെറിയ ഷേപ്പോട് കൂടി ഒരു കർവ് വരച്ചു കൊടുക്കുന്നുണ്ട്. ബ്ലൗസിന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ ടക്ക് ലെങ്ത് എടുക്കുന്നത് പോലെ തന്നെ ബ്രസ്റ്റ് അവസാനിക്കുന്ന ഭാഗത്ത് ലെങ്ത് കൂടി എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എനിക്കിവിടെ 15 ഇഞ്ചസാണ് ആ ഒരു മെഷർമെൻറ്റ് വരുന്നത്. ആ ഒരു 15 ഇഞ്ചസും സ്റ്റിച്ചിങ് മാർജിനും കൂടി ചേർത്ത് ഞാനൊരു 15.5 ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന പോർഷൻ നമുക്ക് ബാൻഡായിട്ടാണ് വരുന്നത്. അവിടെ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈനാണ് വരയ്ക്കേണ്ടത്. ഇനി ടക്ക് പോയിന്റിൽ നിന്ന് താഴേക്ക് നമ്മൾ ബാൻഡിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് വരേക്കും ഇങ്ങനെ ഒന്ന് വളച്ച് കർവ് ഷേപ്പിൽ വരച്ചു കൊടുക്കണം. അപ്പോൾ ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ ഷേപ്പിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ വേസ്റ്റ് ബാൻഡിൻ്റെ വിഡ്ത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 2 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇവിടെ വരെ അളക്കുകയാണെങ്കിൽ 4 ഇഞ്ച് വരുന്നുണ്ട്. പിന്നെ ഈ പോർഷൻ കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. അപ്പോൾ 4ൽ നിന്ന് 9.5 ഇഞ്ച് വരെ നമുക്ക് ആവശ്യമുള്ളത്, പ്ലസ് 1.5 ഇഞ്ച് മാർജിനും കൂടി ചേർത്ത് ടോട്ടൽ 11. ഇപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ 2 ഇഞ്ച് ഗ്യാപ്പ് നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ സൈഡിലേക്ക് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. കൃത്യമായി നോക്കുകയാണെങ്കിൽ ബാക്ക് പീസിനേക്കാൾ 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഫ്രണ്ട് പീസിന് എടുത്തിട്ടുണ്ട്. ആ 1 ഇഞ്ചാണ് നമ്മളിങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ഒരു ചെറിയ ടക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. ചെസ്റ്റ് സൈസ് കൂടുതലുള്ളവർക്ക് സൈഡിൽ ഒരു ടക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ടക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു 1/2 ഇഞ്ച് അഡ്ജസ്റ്റ് ചെയ്ത് 1/2 ഇഞ്ച് മുകളിലേക്ക് ചരിച്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി മാർക്ക് ചെയ്തിരിക്കുന്നതനുസരിച്ച് നമുക്ക് എല്ലാ പീസസും കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ആം ഹോളിൻ്റെ ഭാഗത്തു നിന്ന് ചെറുതായിട്ട് ഒരു 1/4 ഇഞ്ച് കട്ട് ചെയ്ത് കളയുവാണ്. നമ്മൾ സാധാരണ ബ്ലൗസിനൊക്കെ ആം ഹോളിൻ്റെ ഭാഗത്ത് ഒരു എക്സ്ട്രാ പിടിച്ചു കൊടുക്കില്ലേ, അതിന് പകരമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിപ്പോൾ ഈ ഒരു പീസുകൾ തമ്മിൽ ജോയിൻ്റ് ആക്കി കഴിഞ്ഞാൽ ഫ്രണ്ടിലെ പ്രിൻസസ് കട്ട് റെഡിയായി കിട്ടും. ഇവിടെ ഞാൻ ലൈനിങ് പീസസ് ആണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കിനി ഇത് വെച്ചിട്ട് ട്രേസ് ചെയ്തിട്ട് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ കൂടി ഇതേ അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ സ്ലീവ് ലെങ്ത് വേണ്ടത് 10.5 ഇഞ്ചാണ്. മാർജിനും കൂടി ചേർത്ത് 11 ഇഞ്ചസ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 11 ഇഞ്ചസിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് ആം ഹോളിൻ്റെ ഭാഗം മാർക്ക് ചെയ്യേണ്ടത്. ആം ഹോളിനോട് ചേർന്ന് വരുന്ന റൗണ്ട് വരുന്നത് 17 ഇഞ്ചസ് ആണ്. അതായത് അതിൻ്റെ പകുതി 8.5 ആണ്. അതിൽ ഞാനൊരു മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ 2 പോയിൻറ്റുകളും ചേർത്ത് ഞാനിങ്ങനെ ഒന്ന് ക്രോസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഇതിൻ്റെ മിഡിൽ പോർഷനിലെത്തുന്ന കണക്കിന് നമ്മളിങ്ങനെ മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്കായിട്ട് ഇങ്ങനെ വരച്ച് കർവായിട്ട് വരിക. അതുപോലെ തന്നെ ഈ സെൻറ്റർ പോർഷനിലെത്തുമ്പോൾ അതേ മുകളിൽ എത്രയാണോ നമ്മൾ ഉയർത്തി കൊടുത്തിരിക്കുന്നത് അത്ര തന്നെ താഴ്ത്തിയിട്ട് നമ്മൾ ഈ ഒരു ലൈനിലേക്ക് ജോയിൻ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. സ്ലീവിന് താഴത്തെ റൗണ്ട് വരുന്നത് 13 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 6.5 ഞാനൊരു മാർക്ക് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ 1.5 ഇഞ്ച് മാർജിനും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന 2 ലൈൻസും തമ്മിൽ ഞാനിങ്ങനെ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ സ്ലീവ്സ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫസ്റ്റ് 2 ലെയറിന് ഞാൻ എക്സ്ട്രാ ഡെപ്ത് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് പോർഷനിലേക്ക് വേണ്ടിയിട്ട്. ഇനി ഈ ഫോൾഡിങ്ങിൻ്റെ സെൻറ്റർ ഭാഗത്തും അതുപോലെ തന്നെ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗത്തും ഒരു എക്സ്ട്രാ സ്നിപ്പ് കൊടുത്തിരുന്നാൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ഈസി ആയിരിക്കും. ഇനി കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ലൈനിങ്ങും മെറ്റീരിയലും ഒന്നിച്ച് വെച്ചതിന് ശേഷം ഈ ഒരു പ്രിൻസസ് ജോയിൻ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഹുക്കിനുള്ള ഭാഗം ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല. 2 സൈഡിലും പ്രിൻസസ് എല്ലാം ജോയിൻ ചെയ്തതിന് ശേഷമാണ് അത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 2 സൈഡിലുമുള്ള പീസസൊക്കെ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനൊന്ന് ഈക്വലായിട്ട് ഫോൾഡ് ചെയ്ത് ആ സ്റ്റിച്ചിങ് ഒക്കെ അപ്പുറവും ഇപ്പുറവും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമുക്ക് സെൻറ്ററിൽ നിന്ന് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പീസിനോടൊപ്പം ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്രണ്ട് പീസ് കൂടി ഷോൾഡർമേ വെച്ച് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ജോയിൻ ചെയ്തെടുത്ത ഷോൾഡറിലും അതുപോലെ തന്നെ ഫ്രണ്ടിലെ സ്റ്റിച്ചിൻ്റെ ഭാഗത്തുമൊക്കെ ഞാൻ ഇൻ്റർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനോടൊപ്പം സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്ലീവ്സിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഷോൾഡറിന്മേ തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ കട്ടിങ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇത് രണ്ടും ഈക്വലായിട്ട് വരും. പിന്നെ സ്ലീവ്സ് ഞാൻ ലൈനിങ്ങോടൊപ്പം അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് പോർഷൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഫ്രണ്ട് പോർഷൻ മാറിപ്പോകാനുള്ള ചാൻസ് കൂടുതലുള്ളത് കൊണ്ട് എപ്പോഴും മാർക്ക് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്.
ഇവിടെ ഞാൻ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബ്ലൗസിൻ്റെ സൈഡിലും അതുപോലെ ഈ ഫ്രണ്ട് പോർഷനിലും ഞാൻ ചെറിയ ഓരോ ടക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രസ്റ്റ് സൈസ് കൂടുതലുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടി വലുതായിട്ട് കൊടുക്കേണ്ടി വരും. ഒരു മീഡിയം സൈസൊക്കെ ഉള്ള കുട്ടികൾക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ടക്കിൻ്റെ ആവശ്യമില്ല, സിംഗിൾ പ്രിൻസസ് മാത്രം ചെയ്താൽ മതി. പിന്നെ ഹൂക്കിനും വൈക്കുള്ള ബാൻഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ ബാക്ക് പോർഷനിൽ നമ്മൾ കറക്റ്റ് സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തതിന് ശേഷം രണ്ട് സൈഡിലേക്കും ഈക്വൽ ഡിസ്റ്റൻസിൽ നമുക്ക് ഓരോ ടക്ക് ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി 1/2 ഇഞ്ച് രണ്ട് സൈഡിൽ നിന്നും ഞാൻ ഓൾറെഡി കട്ട് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ബാക്കിൽ 2 ടക്കും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനോടൊപ്പം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇഞ്ചിൻ്റെ ഒരു ബാൻഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കുമ്പോൾ ഓരോ ടക്കിൻ്റെ ഭാഗത്തെത്തുമ്പോഴും ഓരോ ചെറിയ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അത് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഒരു സപ്പോർട്ട് സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് ഹെമ്മിങ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മെഷീൻ സ്റ്റിച്ച് ചെയ്താലും മതി. ഇവിടെ ഞാൻ മെഷീൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്, അപ്പോൾ ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ്റെ സൈഡിലായിട്ടും ഫ്രണ്ടിലായിട്ടും ഓരോ ചെറിയ ടക്കുകൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 ടക്കുകളും ഓരോരുത്തരുടെ ബോഡി സ്ട്രക്ചർ അനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്ക് സൈഡിലെ താഴ്ഭാഗത്ത് 2 ഇഞ്ചിൻ്റെ ബാൻഡ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ഫ്രണ്ടിലെ ബാൻഡിലേക്കും 2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ബാൻഡുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇവിടെ അറ്റാച്ച് ചെയ്ത് സപ്പോർട്ട് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഹൂക്കിനും ഐക്കും വേണ്ട ബാൻഡുകൾ കൂടി നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇവിടെ ഐക്ക് വേണ്ടിയിട്ടുള്ള ബാൻഡാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ ഐ കൂടി സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെ അല്ലെങ്കിൽ മാനുവലായിട്ടും ചെയ്യാം. ഹൂക്കിനുള്ള ബാൻഡും ഇവിടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടി ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്ത് നെക്ക് കൂടി അതിനകത്ത് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ക്രോസ് പീസ് നമ്മൾ നെക്കിൽ മുഴുവൻ അറ്റാച്ച് ചെയ്തതിന് ശേഷം സപ്പോർട്ട് സ്റ്റിച്ച് കൊടുത്ത് ഹെമ്മിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുന്നേ തന്നെ കട്ട് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെ ആ ഒരു മാർക്കിങ്ങിലൂടെ 2 സൈഡും ജോയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസ് റെഡിയാണ്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.